തനി നാടൻ കേരള സ്റ്റൈൽ മീൻകറിയാണ് ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ കാളാഞ്ചിയാണ്. ആദ്യം ചട്ടി എടുത്ത് ചൂടാകാൻ വെക്കുക. അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ആഡ് ചെയ്യുക. കടുക് ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 വെളുത്തുള്ളിയും ഒരു പകുതി ഇഞ്ചിയും മാത്രമാണ്. 1/2 കിലോ മീൻകറിയാണ് ഞാനിന്നിവിടെ വെക്കാൻ പോകുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് ഞാൻ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. കരിവേപ്പില ഒന്ന് നല്ല ക്രിപ്സി ആകാൻ വേണ്ടിയാണ്. ക്രിപ്സായി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് മുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കും. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അധികം മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു 4-5 ചെറിയ കുടംപുളിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക. ഫ്ലെയിം ഇല്ലാതെയാണ് ഇപ്പം തിളയ്ക്കുന്നത്. ഫ്ലെയിം വെച്ചാൽ അത് മൂത്ത് പോയി കരിഞ്ഞൊരു സ്മെല്ലാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഉപ്പിൻ്റെ കൂടെ ഒരു 2 നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് കുറച്ച് വെള്ളം, മീനൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ആഡ് ചെയ്യുക. നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാര്യം നമ്മൾ മൂടി വെച്ച് മീൻ വേവിക്കുന്നത് കൊണ്ട് മീനിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ഇറങ്ങുന്നതാണ്. തിളച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായി പറ്റി വരുമ്പോഴത്തേക്കിന് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലേക്ക് ആഡ് ചെയ്യാം.